അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞു. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമുക്കിന്ന് വളരെയധികം ഇഷ്ടപ്പെടുന്ന, എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ഉണ്ടാക്കിയാലോ. നല്ല ചൂടല്ലേ, ചൂടത്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ പുട്ട് ഐസ്ക്രീം. പുട്ട് ഐസ്ക്രീം എന്ന് പറയുന്ന റെസിപ്പി കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരും, കാണുമ്പോൾ ഇഷ്ടമാവുകയും ചെയ്യും, കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ രീതിയിൽ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ രീതി കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഗോൾഡ് മെഡൽ റിബൺ എന്ന് പറഞ്ഞ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാംഗോ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ വാനില. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ. സ്ട്രോബെറി ആവാം, ചോക്ലേറ്റ് ആവാം, അതുപോലെ തന്നെ പിസ്ത ആവാം, ഏത് ഫ്ലേവർ ആവാം. അപ്പോൾ പല കളറ് കിട്ടും നമുക്ക്. സ്ട്രോബെറിയും പിസ്തയും ചോക്ലേറ്റും ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു 3 ഫ്ലേവറേ കിട്ടിയുള്ളൂ ഞാൻ ചെന്നപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ഫ്ലേവർ എടുത്തത്. പിന്നെ ഇതിലേക്കായിട്ട് നമ്മൾ തേങ്ങ പുട്ടിൽ ഉപയോഗിക്കില്ല, അതിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, പിസ്ത. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പുട്ടുകുറ്റി നമ്മൾ ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെച്ചിട്ട് ചില്ല് ചെയ്തെടുക്കണം. നന്നായിട്ട് തണുത്തിരിക്കണം പുട്ടുകുറ്റി. അപ്പോൾ നമുക്ക് ആദ്യം ഐസ്ക്രീംസ് ഒക്കെ ഒന്ന് തുറന്ന് വയ്ക്കാം. ഞാനപ്പോൾ 2 ദിവസമായി ഇത് പ്ലാൻ ചെയ്തിട്ട്, പക്ഷേ എനിക്കിപ്പോഴാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പതുക്കെ വീഡിയോ ഒക്കെ എടുക്കാം. എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീമൊക്കെ ഏകദേശം ഒരേ കളറൊക്കെ ആയതുകൊണ്ട് ഞാൻ എങ്ങനെ തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് വാനില ഫ്ലേവർ കൊടുക്കാം അല്ലേ. അപ്പോൾ തേങ്ങ ഇടുന്ന പോലെ തന്നെ ഞാൻ ആദ്യം ഇടുന്നത് നമ്മുടെ ആൽമണ്ട്സ് ആണ് കേട്ടോ. ആൽമണ്ട്സും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് പിസ്തയും ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ വാനില ഐസ്ക്രീം എടുക്കാം. എൻ്റെ കൈ ഇത്തിരി വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പതുക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് ഇത്തിരി ബലം കൊടുത്തെടുക്കേണ്ട സാഹചര്യമാണ്, പക്ഷെ എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. ഞാനൊരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. 2 സ്കൂപ്പ് നിറയെ വരുമ്പോൾ തന്നെ നമ്മുടെ പുട്ടുകുറ്റിയിൽ ഫില്ലായി പോവും. അപ്പോൾ 1.5 സ്കൂപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സിൽ മാത്രം നമുക്കിനി പിസ്തയോ കാഷ്യൂനട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നടുക്കിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം സെപ്പറേറ്റ് ആയി പോവും. അതുകൊണ്ട് സൈഡ്സിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് പ്രസ് ചെയ്ത് ഐസ്ക്രീം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഞാൻ 1.5 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ട് ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിസ്ത മാത്രം കേട്ടോ. പിസ്ത മാത്രം സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. സൈഡിൽ മാത്രമേ ഇടുന്നുള്ളൂ. അത് 1 സ്പൂൺ ഉപയോഗിച്ച് സൈഡിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോ ലെയറിൽ തേങ്ങ കാണില്ലേ, അതുപോലെ കാണാൻ പാകത്തിൽ സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ സൈഡിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മാംഗോ ഐസ്ക്രീം സെറ്റ് ചെയ്യാം. മാംഗോ ജെല്ലി ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 2 സ്കൂപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 സ്കൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം ആ ഫ്ലേവർ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കിട്ടിയ ഐസ്ക്രീംസ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു 1/2 സ്കൂപ്പും കൂടി മാംഗോ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് എത്ര സ്കൂപ്പ് വേണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. വാനില പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഐസ്ക്രീം ആയതുകൊണ്ട് പൊതുവേ ഇഷ്ടമായിരിക്കും. എങ്കിലും കൂടുതൽ ഫ്ലേവേഴ്സുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റും മാംഗോ ഒക്കെ. ഇപ്പോൾ മാംഗോ ഐസ്ക്രീം കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മാംഗോയുടെ സീസണുമാണ്. അപ്പോൾ ഞാൻ ഇതും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നമ്മുടെ
ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം. സൈഡിൽ മാത്രം ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം പുട്ട് കുത്തുന്നത് പോലെ കുത്തുമ്പോൾ സെപ്പറേറ്റ് ആയി പോവും. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് വൺ, നമ്മുടെ ഫൈനൽ. ഞാൻ ഈ ഐസ്ക്രീം ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമാണ്. എന്താണ് പേരെന്നുള്ളത് ഞാൻ മറന്നുപോയി, നോക്കട്ടെ. ചോക്ലേറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പേര് നോക്കിയിട്ട് പറയാം കേട്ടോ. ഗോൾഡ് മെഡൽ റിബൺ, അതാണ് ഐസ്ക്രീമിൻ്റെ പേര്. വാനിലയുണ്ട്, ചോക്ലേറ്റും ഉണ്ട്. കുറച്ച് മെൽറ്റായി തുടങ്ങിയിട്ട് ഐസ്ക്രീം. അപ്പം നിങ്ങൾ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്യുമ്പോൾ AC റൂമിലിരുന്നിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഫുള്ളായിട്ടങ്ങ് മെൽറ്റായി പോവും. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ AC റൂമിലിരുന്നിട്ട് റൂം ചില്ലാക്കിയതിന് ശേഷം, റൂം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഈ പുറമേക്ക് വന്നതൊക്കെ തുടച്ച് കളയാം. അപ്പോൾ ഒരു 1.25 സ്കൂപ്പ് ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട്സും പിസ്തയൊക്കെ ഇട്ടിട്ട് നേരെ കൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുട്ട് ഐസ്ക്രീം കുത്തിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇതാ നമ്മൾ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. 8 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയിക്കഴിഞ്ഞു. കണ്ടോ, ചില്ലൊന്നും ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് പതുക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഒരുപാട് ഡെക്കറേഷനൊന്നുമില്ല. ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് മാത്രം ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോക്കോ ചിപ്സ് ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഞാനൊന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ ഇതുപോലെ തന്നെ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. ഞാൻ എന്താ ചില്ലെടുത്ത് മാറ്റി. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ, അല്ല ഐസ്ക്രീം സെറ്റ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കഴിച്ച് നോക്കൂ. ഞാൻ എന്താ മാംഗോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തരാം, അതിനുശേഷമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ചിട്ടുള്ള റെസിപ്പി ആയിരിക്കും, ഞാനിപ്പോഴാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നുപോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.